നമസ്കാരം. ഈ പ്രത്യേക പുതുവത്സര അഭിമുഖ പരിപാടിയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥി ശ്രീ മോഹൻലാൽ. അംശാവതാരം, പൂർണ്ണാവതാരം ഇത്യാദി പദങ്ങൾ ദേവരൂപങ്ങളെ മനസ്സിൽ കാണുമ്പോൾ നാം ഉപയോഗിക്കുന്നു. പക്ഷേ അഭിനയത്തിൻ്റെ അനന്ത സാധ്യതകൾ വിടർത്തിക്കൊണ്ട് നമ്മുടെ സിനിമാ പ്രപഞ്ചത്തിലെ ഭാവാവതാരം, അഭിനയ ശാസ്ത്രത്തിൻ്റെ തെളിമയാർന്ന കലാപ്രതീകമാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തിന് നിരവധി വിശേഷണങ്ങൾ ആർക്കും എപ്പോഴും ചാർത്തിക്കൊടുക്കാൻ ഉത്സാഹമേ ഉണ്ടാവുകയുള്ളൂ, ആവേശമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ലാലേട്ടൻ എന്ന ഒരു താരാട്ട് പാട്ടിൻ്റെ ആദ്യത്തെ 2 വാക്കുകൾ പോലെ ലാലേട്ട ലാലേട്ട എന്നുള്ള ആ ശ്രുതി പദങ്ങൾ മലയാളികളുടെ ശ്രവണകുടങ്ങളിൽ അനുരണനം ചെയ്യുന്ന ഈ പുതുവത്സര രാത്രിയിലും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അഭിമാനവും സന്തോഷവും അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രാർത്ഥനകളും പ്രതീക്ഷകളും ഏറെയാണ്. നമസ്കാരം. നമസ്കാരം. ഈ സമയം അനുവദിച്ചതിന് പ്രത്യേകിച്ച് നന്ദി. വളരെ സന്തോഷം. മൾട്ടി സ്റ്റാർ, മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം ആ വൈവിധ്യങ്ങളുടെ ചേരുവയെപ്പറ്റി പറയുന്ന വിശേഷണം. അതാണ് അങ്ങേക്ക് ആദ്യം നൽകേണ്ടത് എന്ന് തോന്നാറുണ്ട്. വൈവിധ്യങ്ങൾ, അതിൻ്റെ ആഘോഷം, അത് കാരുണ്യമായാലും ക്രൂരതയായാലും, സങ്കടമായാലും സന്തോഷമായാലും, പ്രണയമായാലും നിരാസമായാലും, ആ വൈവിധ്യങ്ങളുടെ ആഘോഷമാണ് ശ്രീ മോഹൻലാലിൻ്റെ, അങ്ങയുടെ അഭിനയ ജീവിതത്തിൻ്റെ നിർവചന വാചകം. അങ്ങനെയാണെങ്കിൽ ഇതപര്യന്തമുള്ള ഈ 30 സംവത്സരങ്ങൾ പിന്നിട്ട അഭിനയ ജീവിതത്തിൻ്റെ വിസ്തൃതിയിൽ അങ്ങ് ഈ വൈവിധ്യം ഉപാസിക്കുന്നതിൻ്റെ പ്രചോദനം എന്താണ്? തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ ഉള്ള കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നതാണ് ഭാഗ്യം. ഒരുപക്ഷെ ഞങ്ങൾ വന്ന ഈറ, ഞാനും മിസ്റ്റർ മമ്മൂട്ടിയൊക്കെ വന്ന ആ ഒരു ഈറ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് സിനിമകളുടെ ഒരു ഒരു മിക്സ്ചറായിരുന്നു ആ സമയം. ശശികുമാർ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അരവിന്ദൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു. അതുപോലെ തമ്പി കണ്ണന്താൻ, അന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സാണ് ഈ കമേഴ്ഷ്യൽ ഫിലിംസ്. അതേ സമയത്ത് പത്മരാജൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു. സത്യനന്ദിക്കാരൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഭരതൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. അപ്പോൾ അത്തരം നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അത് തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു രഹസ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറിച്ച് വേറൊരു കാര്യം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും കിട്ടുന്ന കഥകൾ, ആ സമയത്ത് ഇപ്പോൾ കിട്ടിയ കഥകളൊന്നും ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു ആക്ടറിന് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. കാര്യം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. മാത്രമല്ല കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് വന്ന ടെലിവിഷൻ എന്ന് പറയുന്ന ആ മാധ്യമം വളരെയധികം ഈ ആക്ടേഴ്സ്, ഞങ്ങളെപ്പോലുള്ള ആക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരുപാട് പഴയ സിനിമകൾ പുതിയ ജനറേഷനും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തുള്ള ഒരുപാട് പേർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതും അപ്പോഴാണല്ലോ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം കാണുന്നത് ചിലപ്പോൾ രാജാവിൻ്റെ മകനായിരിക്കും, പിറ്റേ ദിവസം കാണുന്ന പ്രണയമായിരിക്കും, അത് കഴിഞ്ഞിട്ട് കാണുന്ന തൂവാനത്തുമ്പികളായിരിക്കും. ഒരുപാട് വൈവിധ്യങ്ങളാർന്ന സിനിമകൾ കാണാൻ അവർക്ക് സമയം കിട്ടുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ടാകുന്നു. ഒരു ആക്ടറെ സംബന്ധിച്ചോളം അത്തരം കഥകൾ കിട്ടുക, അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറ്റുക, അത്തരം സംവിധായകരെ കിട്ടുക, കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെ കിട്ടുക, ഇതൊക്കെ ഭാഗ്യമാണ്. ഞാൻ വന്ന സമയത്തുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോക സിനിമയിലെ തന്നെ ഏറ്റവും നല്ല ആക്ടേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ ശങ്കരാടി സാറ്, അല്ലെങ്കിൽ അടൂർ ഭാസി, ബഹദൂർ. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്നത്തെ പ്രമുഖ നടന്മാരുമായിട്ടൊക്കെ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രേം നസീർ സാറായാലും, ശിവാജി ഗണേശനായാലും, അമിതാഭ് ബച്ചനായാലും, നാഗേശ്വർ റാവു, അവരുടെ കൂടെ, അല്ലെങ്കിൽ രാജ്കുമാർ സാറുമായിട്ടൊക്കെ വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുത്വവും കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പിന്നെ ഇപ്പോൾ പുതിയ ജനറേഷൻ വീണ്ടും വരുമ്പോൾ വീണ്ടും ഒരുപാട് അത്തരം സിനിമകൾ തയ്യാറാക്കാൻ ഉള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വീണ്ടും അത്തരം സിനിമകൾ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. ഒരു 90 വയസ്സ് ആയ ആളായിട്ട് അഭിനയിക്കാനുള്ളൊരു ഒരു ഭാഗ്യം കിട്ടുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും സാധാരണ ഒരു പ്രസ് റിപ്പോർട്ടറായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു. പിന്നെ ഒരു ഡോക്ടറാണ്. ഒരുപാട് സിനിമകളുടെ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടെയാണ് മലയാള സിനിമ ഇപ്പോൾ. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ എന്ന് 1-2 വർഷങ്ങളായി നാം ഏറെ പറയുന്ന ഒരു ശാഖയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അതൊരു പ്രത്യേക ശാഖയാണോ എന്നുള്ളത് തന്നെ ചർച്ചാ വിഷയം ആക്കേണ്ടതാണ്. പക്ഷേ ഇതിലും അങ്ങിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, പുതിയ സാധ്യതകളുടെയും സന്ദർഭങ്ങളുടെയും സാന്നിധ്യം ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ പശ്ചാത്തലത്തിലും അങ്ങയിലെ അഭിനേതാവ് പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നുന്നു. ഒരു പക്ഷേ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസത്തിന് അതീതമായി അഭിനയ സാധ്യതകൾ പൊലിമയോടെ പ്രകടിപ്പിക്കുന്ന ശ്രീ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ തലമുറയുടെ സിനിമാ സംരംഭങ്ങളും ശ്രീ മോഹൻലാലിനെ കൂടാതെ മുന്നോട്ട് പോവുകയില്ല എന്ന് നമുക്ക് കരുതാവുന്ന ഒരു തലത്തിലാണ്. അല്ല, ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പോലെ ഒരു പേരാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ 33 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് വരുന്ന സമയത്ത് അന്നൊരു ന്യൂ ജനറേഷൻ സിനിമയായിരുന്നു മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. അതെ അല്ലേ? അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് പഴയ നോക്കിയപ്പോൾ PN മേനോൻ സാർ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആ സമയത്ത് ഒരു ന്യൂ ജനറേഷൻ സിനിമയായിരുന്നു. ഒരു ന്യൂ ജനറേഷൻ ഒരു വാക്കായിട്ടാണ് ഞാൻ, അല്ല പുതിയ കുറച്ച് ആൾക്കാരെന്നുള്ള അല്ലെങ്കിൽ ഒരു ജനറേഷൻ എന്നുള്ള രീതിയിലല്ല ഞാൻ ചിന്തിക്കുന്നത്. അന്ന് വരെ കാണാത്ത ഒരു പുതിയ തരത്തിൽ ആ സിനിമയെ കൊണ്ടുപോകാന്നുള്ളതാണ്. ഒരുപക്ഷെ അന്ന് വരെ ഇൻഡോറിൽ മാത്രം ഷൂട്ട് ചെയ്തിരുന്ന മലയാള സിനിമയെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയ ആളാണ് PN മേനോൻ സാർ. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു ചെറിയ ഓർമ്മയിലുള്ള സിനിമകൾ പോലും എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. പണിമുടക്ക്, ലോറി, അല്ലേ, ചെമ്പരത്തി എന്നൊരു പ്രത്യേക തരത്തിലുള്ള സിനിമയായിരുന്നു. അതുപോലെ തന്നെ യക്ഷി എന്നുള്ള സിനിമ, അന്ന് ഹൈ സ്കീഷോഫ്രേനിയെ പറ്റി അന്ന് നമ്മൾ അത് വായിച്ചിട്ടുണ്ട്. അന്ന് സിനിമ കണ്ടാൽ പോലും മനസ്സിലാവില്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും പുതിയ സിനിമകൾ, ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ പോരാ, ആ സിനിമകൾ ഉണ്ടാകുകയും അത് ആൾക്കാരിലേക്ക് പോവുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ആ സിനിമ ഓടുകയൊക്കെ ചെയ്യണം. ഒരുപാട് കോമ്പിനേഷനാണ്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഒരാൾ മാത്രമല്ല, ഇറ്റ്സ് എ കോൺഗ്രസ് ആണ്. ഒരുപാട് ആൾക്കാരുടെ എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു സിനിമ നന്നാകുന്നത്. അതിലെ കഥ നന്നാവണം, കഥാപാത്രങ്ങൾ നന്നാവണം, ക്യാമറ നന്നാവണം, പാട്ട് നന്നാവണം, എല്ലാം കൂടെ ചേരുമ്പോഴാണ് സിനിമ നന്നാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ന്യൂ ജനറേഷൻ ഒരു കോൺസെപ്റ്റ് കൊണ്ട് സിനിമ നന്നായില്ല. അത് ആളുകളിലേക്ക് എത്താനുള്ള, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം. അത് ഒരുപാട് സിനിമയിൽ പറ്റുന്ന അങ്ങനെയാണ്, അല്ലേ? ഞാൻ പ്രതീക്ഷിച്ച പോലെ ആ സിനിമ നന്നായില്ല എന്നതിൻ്റെ സംവിധായകൻ പറയുകയാണെങ്കിൽ അയാൾ പ്രതീക്ഷിച്ച പോലെ ആ സിനിമയ്ക്ക് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ആ സിനിമയെ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ എന്നുള്ള ആക്ടർ എന്നുള്ളതല്ല, അത് ആർക്കായാലും പുതുതായിട്ട് വന്നിട്ട് പെട്ടെന്നൊരു മനുഷ്യൻ്റെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരു സിനിമയുമായിട്ട് എത്തിച്ചേരാൻ പറ്റില്ല. ഒരു സിനിമ ഓടിയത് കൊണ്ട് അടുത്ത ഒരു 10 അത്തരം സിനിമകൾ ഓടണമെന്നില്ല. അതിൻ്റെ അകത്ത് ഒരു കാര്യം വേണം, അതിൻ്റെ അകത്തൊരു സോൾ വേണം. ഞാൻ പല പ്രാവശ്യം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞത്, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന സ്ക്രീനിൽ കാണുന്ന കഥാപാത്രങ്ങളൊക്കെ അവർ ശ്വാസം പോലും വലിക്കുന്നില്ല. ദേ ആർ നോട്ട് റിയൽ, അല്ലേ? ഒരു 5-6 മാസം മുമ്പ് എവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് ഒരുപാട് പ്രോസസ്സിങ്ങിൽ കൂടെ അത് വെള്ളിത്തിരയിൽ വന്നിട്ട് അതൊരു ഹൈ മേക്ക് ബിലീഫാണ്. അപ്പോൾ ശരിക്കും മരിച്ച ആൾക്കാരാണ്, ഒരു ബ്രീത് പോലും ചെയ്യുന്നില്ല. അതിലേക്കൊരു ആത്മാവ്, ഒരു സോള് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ആ സംവിധായകൻ ചെയ്യേണ്ടത്. അത്തരത്തിലൊരു സോള് വരുമ്പോഴാണ് അതിനൊരു ജീവനുണ്ടാകുകയും അവർ പറയുന്നത് ആൾക്കാരിലേക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എനി ജനറേഷൻ, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആയാലും ഓൾഡ് ജനറേഷൻ ആയാലും അത്തരം ഒരു ആത്മാവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു പഴയ സിനിമകളോ അല്ലെങ്കിൽ ഈ വിശ്വവിഖ്യാതമായ സിനിമകളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിൽ തട്ടുന്നു എന്ന് പറയുന്നത് ആ ആത്മാവുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ആത്മാവുള്ള സിനിമകൾ ഉണ്ടാകട്ടെ. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ എനിക്കും കഴിയട്ടെ, എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.